നമ്മൾ പുറത്തുപോയി ഈ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശമ്പളം ഒരു 30,000 രൂപ കിട്ടും. പക്ഷെ അതിൽ 15,000 രൂപ റെന്റ് തന്നെ കൊടുക്കേണ്ടി വരും. ചെലവൊക്കെ കഴിയുമ്പോൾ ഒരു 10,000 രൂപ കയ്യിൽ മിച്ചം കാണും. എന്തായാലും അതൊരിക്കലും നിരന്തര ജോലിയല്ല. ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് നല്ലതാണ്. എന്തായാലും നല്ലൊരു സംഖ്യ നമ്മുടെ കയ്യിൽ കിട്ടും. വേണമെങ്കിൽ നമുക്ക് വല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ലെന്നേ ഉള്ളൂ, ഒരുമിച്ച് കിട്ടും. എനിക്കറിയുന്നിടത്തോളം ഒരു ബിസിനസ്സിൽ ഇത്ര പ്രോഫിറ്റ് ഇല്ല. പക്ഷേ ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് സാവധാനം ആലോചിച്ച് നമ്മള് പണിയെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ലാഭം കിട്ടും. നിങ്ങൾ ലാഭകരമായ ഒരു ആട് വളർത്തൽ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞങ്ങളുടെ ചെമ്മരിയാട് അല്ലെങ്കിൽ ആട് വളർത്തൽ ഫാമിംഗ് കോഴ്സ് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും. ഈ സമഗ്രമായ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെമ്മരിയാട് അല്ലെങ്കിൽ ആട് വളർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാനാണ്. ആടുകളുടെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും നിങ്ങളുടെ ഭൂമിക്കും കാലാവസ്ഥയ്ക്കും ഏറ്റവും അനുയോജ്യമായ ഇനത്തെക്കുറിച്ചും ബോസ്വാല തയ്യാറാക്കിയ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തുടക്കത്തിൽ തീർച്ചയായിട്ടും വേണം. ഇത് സ്ഥിരമായിട്ടുള്ളൊരു മൂലധനമല്ലേ. ആടിനെ ഒരു 15-20 വരെയൊക്കെ വളർത്താം. ഞാനിവിടെ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് അനുഭവങ്ങളൊക്കെ വരുന്നത് വരെ വലിയ ലെവലിൽ ചെയ്യാൻ പാടില്ല. ചെറിയ രീതിയിൽ തുടങ്ങി ആടിന്റെ ആ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിനെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സന്തോഷമാകും. മാത്രമല്ല ഇത് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് നിങ്ങൾ പാതിയിൽ വിട്ടിട്ട് പോകാൻ പാടില്ല. അത് വലിയ നഷ്ടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഞാനൊരു ചെനയാട് 10 എണ്ണത്തിനെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് വാടകയ്ക്ക് ഒരു ചെറിയ ലോറി എടുത്തുകൊണ്ട് പോയി മഹാരാഷ്ട്രയിലേക്ക്. 10 ആടിനെ ഞാൻ വാങ്ങിച്ചു. 23,000 രൂപ ഒരു ആട്ടിൻകുട്ടിക്ക്. ഇത് ഞാൻ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വാങ്ങിച്ചത്. 23,000 എന്ന് വെച്ചാൽ 10 ആടിന് 2,30,000. പിന്നെ അവിടുന്ന് കൊണ്ടുവരാൻ ഒരാടിന് 2,500 രൂപ ചെലവായി. ഇത് തന്നെ 25,000 രൂപയും മുകളിലായി. പിന്നെ ഇതിനെ കൊണ്ടുവന്നതിന് ശേഷം 1 മാസം വരെ ഒന്നും പ്രസവിച്ചില്ല. 1 മാസത്തിന് ശേഷം ഓരോന്നായിട്ട് പ്രസവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നാളിന് ശേഷം എല്ലാം പ്രസവിച്ചു. 10 ആടും പ്രസവിച്ചു. ഈ 10 ആടിൽ നിന്ന് എനിക്ക് 23 കുട്ടികളെയാണ് കിട്ടിയത്. ആ സമയത്ത് ഞാനിതിന് 4 ലക്ഷം രൂപ ചെലവ് ചെയ്തു. ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരു ദിവസം എനിക്ക് 10 രൂപ ചെലവാകുന്നുണ്ട് ഒരു നേരത്തേക്ക്. പ്രധാനമായും പണമാണ് വേണ്ടത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഇതുപോലൊരു കുട്ടികളെ വലിയ ആടാക്കണമെങ്കിൽ ഒരു 6 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ബഡ്ജറ്റ് മതിയാവില്ല. അങ്ങനെ കൂടുതൽ പണം മുടക്കുമ്പോൾ നമുക്ക് വരുമാനം വളരെ കുറവായിരിക്കും. വരുമാനം വരണമെങ്കിൽ ധാരാളം കുട്ടികൾ വേണം. 50,000 മുതൽ 1 ലക്ഷം വരെ നമ്മൾ വിറ്റാൽ ആ 2 കുട്ടികളെ വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും. 6 മാസത്തിനുള്ളിൽ 4 കുട്ടികളെ വിറ്റാൽ 4 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ 3 ലക്ഷമെങ്കിലും കിട്ടും. ഇപ്പോ 4 ലക്ഷം കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം മുടക്കുമുതൽ പോയാലും 3 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടും. ഇപ്പൊ എല്ലാം ക്രോസിംഗ് ആണ്. 25 പെണ്ണാടിന് 1 ആണാട് മതി. 25 കുട്ടിയിൽ ഒരു കുട്ടിക്ക് 1 ലക്ഷം രൂപയാണെങ്കിൽ 25 ലക്ഷം രൂപ ഉണ്ടാക്കാം. ആളുകളെ ജോലിക്ക് നിർത്തിയാൽ 1 വർഷത്തിന് 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. നോർമലായിട്ട് അതെല്ലാവരും കൊടുക്കുന്നതാണ്. പിന്നെ ആടിന്റെ തീറ്റയും മറ്റുള്ള കാര്യങ്ങളും നോക്കിയാൽ ഒരു 20 ലക്ഷത്തോളം റൊട്ടേഷനായിട്ട് ആവശ്യം വരും. ഉറപ്പായിട്ടും നമുക്ക് 20 ലക്ഷം ആവശ്യമാണ്. എത്രത്തോളം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുവോ അത്രത്തോളം കാശും ആവശ്യമാണ്. ആടുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇത് ഡിപ്പെൻഡഡ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഷെഡിന്റെ ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ആട്ടിൻകുട്ടികളെ മേടിക്കണം. അത് കഴിഞ്ഞ് ഈ ആടുകൾക്ക് തീറ്റയുടെ ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം തുടങ്ങാനായിട്ട്. ആട് അല്ലെങ്കിൽ ചെമ്മരിയാട് വളർത്തൽ എന്ന കോഴ്സിലെ മൂലധനം, ലൈസൻസ്, ഉടമസ്ഥാവകാശം എന്നിവ അടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ആട് വളർത്തലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മൂലധനം, അതുപോലെ തന്നെ ലൈസൻസും. ഇത് മാത്രമല്ല, ഇനിയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആട് വളർത്തൽ അല്ലെങ്കിൽ ചെമ്മരിയാട് വളർത്തൽ കോഴ്സ് മുഴുവനായി കാണാൻ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിന്ന് ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ നമ്മൾ ലോൺ എന്തെങ്കിലും വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിനായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ലോണിന് പോകാൻ. നമുക്ക് ലോൺ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോ കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബാങ്കിൽ ഞാൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിൽ നല്ല ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ തന്നേ പറ്റൂ. ഇപ്പൊ ബാങ്കിൽ ആടിനെ വളർത്താൻ വേണ്ടി ലോൺ ചോദിച്ചു പോയാൽ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോൺ തന്നേ പറ്റൂ. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ലോൺ തരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കണ്ട് അതിന് ശേഷമാണ് അവർ ലോൺ തരുന്നത്. ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനൊരു 20% സബ്സിഡി ഉണ്ട്. പിന്നെ നബാർഡിലൂടെ 20% നമുക്ക് സബ്സിഡി ഉണ്ട്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപ സബ്സിഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കണക്കാക്കി ബാങ്കിൽ പോയിട്ട് നമുക്ക് ലോൺ മേടിക്കാം. ഇപ്പൊ നമ്മൾ ആട് വളർത്താനായിട്ടാണ് ലോൺ മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആട് തന്നെ വളർത്തിയിരിക്കണം. കാരണം അവരിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യും.
കാരണം ആ കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ ഇപ്പോ ഒരു മിനിമം 25 ലക്ഷം രൂപ ലോൺ തരുന്നുണ്ടെങ്കിൽ അതിന് പല എൻക്വയറീസും ഉണ്ടാകും. 450 ആണാടുകളെയും 500 പെണ്ണാടുകളെയും തീർച്ചയായിട്ടും വാങ്ങണം. എനിക്കൊരു 2 ഏക്കർ സ്ഥലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ലോണും കിട്ടി. നിയമപരമായിട്ടുള്ള എല്ലാം നോക്കിയിട്ടാണ് അവര് ലോൺ തന്നത്. പിന്നീട് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാകാൻ തുടങ്ങി. അതായത് ഈ ആടുകളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്റെ ഈ രീതി കണ്ടതുകൊണ്ടാണ് ബാങ്കിൽ നിന്നും എനിക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് 1 ലക്ഷം രൂപയാണ് തന്നിരുന്നത്. പിന്നീട് ഞാൻ നന്നായിട്ട് ചെയ്യുന്നത് കണ്ട് എനിക്ക് 5 ലക്ഷം രൂപ തന്നു. ഒരിക്കൽ എനിക്ക് പണം തികയാതെ പോയി. ആടിനെ വളർത്താൻ സാധിച്ചില്ല. നമ്മുടെ അടുത്ത് ഈ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നന്നായിട്ട് തീറ്റ കൊടുത്താലല്ലേ ആട് നന്നായിട്ട് വളരുകയുള്ളൂ. അതിനുള്ള ഇൻഷുറൻസ് തുക ഗവൺമെന്റിനെ അറിയിച്ചാൽ നമുക്ക് കിട്ടും. ഗവൺമെന്റ് ഇതിന് ലോണുകൾ കൊടുക്കുന്നുണ്ട്. ആടുകളെ വളർത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് മുഖേന. പിന്നെ ബാങ്ക് ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോണിന് അപേക്ഷിച്ചാൽ കിട്ടും. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലോണ് തരുന്നുണ്ട്. നമ്മൾ ഈ ഫാം തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ജീപ്പ് ചെയ്യും. പിന്നെ ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവർ ജീപ്പ് ചെയ്തതിനു ശേഷമേ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ പാടുള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് അവർക്ക് അയക്കണം. നമ്മളൊരു 30-40% ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നീട് അവരത് തരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കടമൊന്നുമില്ല. സ്വന്തം കാശിലാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ 58 വർഷമായിട്ട് ഞാൻ കൂലിവേല ചെയ്താണ് ജീവിച്ചത്. അങ്ങനെയാണ് എൻ്റെ കുടുംബം പുലരുന്നത്. ഇതുവരെയായിട്ട് ഞാൻ 1 രൂപ പോലും ആരുടെ നിന്നും കടം മേടിച്ചിട്ടില്ല. ഞാൻ ജോലി ചെയ്ത് കാശിൽ നിന്ന് കുറേശ്ശെ സമ്പാദിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ചില ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കാർ മേടിക്കണം, ഇപ്പോഴേ വീട് വയ്ക്കണം, ഇപ്പം തന്നെ നിലം മേടിക്കണം, ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന് കടം മേടിച്ച് വലയുകയാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. സമ്പാദിച്ച പണം മിച്ചം പിടിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല വേണ്ട, ഇതിന് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ ഒരുത്തനാണ് ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം തീരെ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ലൈസൻസോ രജിസ്ട്രേഷന്റെയോ ആവശ്യമൊന്നുമില്ല. ഈ ആട് വളർത്തുന്നതിന്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം സംഘത്തിലൊന്ന് പറയണം. അപ്പോ സംഘത്തിലെ ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആട് അല്ലെങ്കിൽ ചെമ്മരിയാട് വളർത്തൽ എന്ന കോഴ്സിലെ മൂലധനം, ലൈസൻസ്, ഉടമസ്ഥാവകാശം, രജിസ്ട്രേഷൻ എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പക്ഷേ ഇതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? നിങ്ങൾ ആദ്യം ആട് വളർത്തുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കണം. നിയമ നിയന്ത്രണ സുരക്ഷാ മുൻകരുതലുകൾ മനസ്സിലാക്കണം. ഗുണനിലവാരമുള്ള ആടുകളെ എങ്ങനെ കണ്ടെത്താമെന്നും മനസ്സിലാക്കണം. അതിനായി ഇപ്പോൾ തന്നെ ബോസ്വാല ഡൗൺലോഡ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ബോസ്വാല മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ. Bosswala. Be the boss.